Excellent. I'm proud of you. താങ്ക് യു സർ. How did you manage? ഒറ്റയ്ക്ക്? ഒറ്റയ്ക്കല്ലായിരുന്നല്ലോ. പിന്നെ? അല്ല, സഹായത്തിന് കൂടെ ആരോ ഉണ്ടെന്ന വിശ്വാസത്തിൽ ഞാൻ. അങ്ങനല്ല. ബോക്സിയുടെ കഴുത്തിൽ കിടക്കുന്ന മാല ശ്രദ്ധിച്ചോ? എന്താ അതിന്റെ പ്രത്യേകത? ഈ മാലയാണ് അവരുടെ അധികാരത്തിന്റെ അടയാളം. സിമ്പിൾ ഓഫ് ഈവിൾ അല്ലേ? യെസ്. ആൻഡ് ദെൻ നോ നോ, പുനർജാത ലാമയുടെ കഴുത്തിൽ കാണുന്ന മാലയും ബോക്സിയുടെ മാലയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. സീ, ഇതാണ് അത്. കുംല പ്രദേശത്തുള്ള മൊണാസ്ട്രിയിലെ ലാമയുടെ മാലയാണിത്. They believe that this is the chain of Buddha. ഇതിലെല്ലാം വിശദമായി പറയുന്നുണ്ട്. അശ്വതി കൊണ്ടുപോയിക്കോളൂ. ഓക്കേ സർ. I love you. You. क्यों? സ്വപ്നം. സ്വപ്നം? അവള് മാത്രമല്ല, നീയും ഉണ്ടായിരുന്നു. നീ കിടന്നുറങ്ങ്, ബാക്കിയുള്ള ഞാൻ കാട്ട്. പിന്നെ അശ്വതി എന്നെ വിളിച്ചോ? ഇല്ല. ഒരു വിളി ഞാൻ കേട്ടല്ലോ. തോന്നിയതായിരിക്കും. ശരിയാ, ഏത് നിമിഷവും അശ്വതിയുടെ വിചാരോട്ട് നടക്കുകയല്ലേ, അതുകൊണ്ട് തോന്നിയതാവും. ശരി, ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ബുദ്ധന്റെ റിസർച്ച് നടക്കട്ടെ. ബെസ്റ്റ് ഓഫ് ലക്ക്. അപ്പുകുട്ടേട്ടാ. എന്താ അശ്വതി? ഞാൻ അപ്പുകുട്ടേട്ടാന്ന് വിളിച്ചപ്പോ അശോകേട്ടൻ എന്തിനാ വിളി കേട്ടത്? എന്റെ ഓമന പേരാണെന്ന് വിചാരിച്ചു. അശ്വതി എന്ത് വിളിച്ചാലും ഞാൻ വിളി കേൾക്കും. എന്നാ ഇനി മുതൽ ഞാൻ അപ്പുകുട്ടേട്ടാന്നേ വിളിക്കുള്ളൂ. അല്ല, സ്വീറ്റ് അപ്പുന്നായാലോ? അശ്വതി ഇഷ്ടം. പോടാ, ഇത് അവന്റെ ഫോട്ടോ അല്ലേ? ഇതെങ്ങനെ ഇവിടെ വന്നു? ശരിയാണല്ലോ, ഇതെങ്ങനെ എന്റെ മേശപ്പുറത്ത് വന്നു? അശ്വതിയെ വശീകരിക്കാൻ വേണ്ടി അവൻ ഇവിടെ കൊണ്ടിട്ടതാണ്. രണ്ടും കൽപ്പിച്ച് നടക്കുന്നവൻ അവൻ. അശ്വതി കരുതിയിരുന്നോണം. എന്തിനാ? എന്തിനെന്ന്? കുട്ടിമാമ അശ്വതി എന്നെ ഏൽപ്പിച്ചിട്ടാ പോക്കറയ്ക്ക് പോയിരിക്കുന്നത്. തിരിച്ചു വരുന്നതിന് മുമ്പ് അവൻ എന്തെങ്കിലും അതിക്രമം കാണിച്ചാല് സമാധാനം പറയേണ്ടവൻ ഞാനാ. ഡാഡി തിരിച്ചു വരാൻ കാത്തിരിക്കാ ഞാനും. എന്നിട്ട് വേണം എനിക്ക് എല്ലാം പറയാൻ. എന്തോന്ന് പറയാൻ? അവനെ പറ്റി ഇനി മനസ്സിൽ വെച്ചിരുന്നിട്ട് കാര്യമില്ല. അശ്വതി, ഒന്നുകൊണ്ട് പേടിക്കണ്ട. നാളെ മുതൽ ഞാൻ നിഴല് പോലെ അശ്വതിയുടെ പുറകെ ഉണ്ടാവും. ബാക്കി ഇരുന്നോണ്ട്. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്നിട്ട് കള്ളത്തരം പൊളിഞ്ഞു വന്ന് അപ്പുക്കുട്ടിന് മനസ്സിലായോ? എവിടെ മനസ്സിലാവാൻ, എന്റെ ഉത്തരവാദിത്വം കുറെ കൂടി സീരിയസ് ആയിട്ട് ഏറ്റെടുത്തിരിക്കുക കക്ഷി. ഇനിയിപ്പോ ഇവിടെ നിൽക്കുന്നോ മടങ്ങുന്നോ? ശ്രീബുദ്ധന്റെ നാട്ടിൽ കുറച്ച് സ്നേഹവും കരുണയും ഒക്കെ ആയിട്ട് അശ്വതിയോടൊത്ത് കഴിയാമെന്ന് വിചാരിക്കുന്നു. അത്രയ്ക്ക് ത്യാഗമൊന്നും വേണ്ട. നിർബന്ധമാണെങ്കിൽ ശ്രീബുദ്ധനെ പോലെ ഇവിടെ അങ്ങ് ഒറ്റയ്ക്ക് കഴിഞ്ഞോ. അവൻ എന്താ അശ്വതിയോട് കുശുകുശുക്കുന്നു? എനിക്കിട്ട് പാരവണിയാണ്. എന്റെ റിസർച്ച് കഴിഞ്ഞാ നാട്ടില് സെറ്റിൽഡ് ആവാനാ ഡാഡിയുടെ പ്ലാൻ. അശ്വതി ഇല്ലെങ്കിൽ പിന്നെ അശോകൻ എന്തിനാ നേപ്പാളിൽ നിൽക്കുന്നത്? ഞാനും വരാം. നേപ്പാൾ ഉപേക്ഷിച്ച് വരാൻ അമ്മായി തയ്യാറാകുമോ? കേരളം മമ്മിക്ക് ഇഷ്ടപ്പെടുമോ? പോയിരിക്കല്ലേ, ഒരു മാസം തങ്ങിയിട്ട് വരുമ്പോ അറിയാലോ കേരളത്തെ പറ്റി മമ്മിയുടെ ഒപ്പീനിയൻ. കേരളത്തിൽ പോയാ
അമ്മായിയുടെ അനിയത്തിയുടെ കല്യാണ നിശ്ചയത്തിന് പോക്കറയ്ക്ക് പോയെന്നാണല്ലോ അപ്പുക്കുട്ടൻ പറഞ്ഞത്. അപ്പുവേട്ടനോട് അങ്ങനെ മനഃപൂർവ്വം പറഞ്ഞതാ. സുമതി അമ്മായിക്ക് കത്തിട്ടിട്ട് മറുപടി കാണാതായപ്പോ ഡാഡിക്ക് ടെൻഷനായി. അതാ പെട്ടെന്ന് പോയത്. കുട്ടിമാമ ഞാൻ വിചാരിച്ചതുപോലല്ല. യഥാർത്ഥ അശോകൻ ആരാണെന്ന് കണ്ടുപിടിക്കാൻ മാത്രം പോയതാണോ അതോ കല്യാണക്കാരിയും സംസാരിക്കും? എന്റെ അശോകനെ ഞാൻ കണ്ടുപിടിച്ചെന്ന് ഡാഡിക്ക് ഇന്നലെ എഴുതിയിട്ടുണ്ട്. ഉം. വീട്ടിലേക്ക് വരുന്നില്ലേ? കുട്ടിമാമയല്ലേ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്. അമ്മാവൻ തന്നെ വന്ന് വിളിക്കട്ടെ. അപ്പോ നാളെ തിരികെ വെച്ച് കാണാം. അശ്വതി ഒറ്റയ്ക്ക് പോരുത്, ഞാനും കൂടെ വരാം. പോയോ? ഇനി പെടലില്ലേ? ഈ തമാശ പറയാനാണോ അശ്വതി രാവിലെ എന്നെ തിരക്കി ഇറങ്ങിയത്? ഇത് തമാശയല്ല അശോകേട്ടാ. ഒരു സാധാരണ കുട്ടിയുടെ കഴുത്തിൽ കാണുന്നതല്ല ഈ മാല. ഉണ്ണിക്കുട്ടൻ ഒരു കൊച്ചു ദൈവം എന്നാണോ അശ്വതി പറഞ്ഞു വരുന്നത്? പിന്നെ ഒരു സ്പെഷ്യൽ മാലയിട്ടുകൊണ്ട് ദൈവം തെരുവിലിറങ്ങി നടക്കല്ലേ? ഇവിടുത്തെ വിചിത്രമായ ആചാരങ്ങളെ കുറിച്ച് അശോകേട്ടന് അറിയാൻ വയ്യാത്തോണ്ടാ. ആ കുട്ടിയുടെ കൈ പച്ച കുത്തിയിട്ടുണ്ടോ? പച്ച പച്ച കുത്തിയിട്ടുണ്ട്. പേരെന്താന്ന് ചോദിച്ചോ? അത് ഏതാണ്ടൊരു വല്ലാത്ത പേരാ. ഏതാണ്ടൊരു പോച്ച എന്നോ റിംപോച്ച എന്നല്ലേ? അങ്ങനെ ഏതാണ്ടാ. മൈ ഗോഡ്, ആ കുട്ടി ഹുംല പർവ്വതത്തിന്റെ താഴ്വരയിലുള്ള ഏതോ മൊണാസ്ട്രിയിലെ ലാമയാവണം. ലാമ എന്ന് വെച്ചാ? വീട് എവിടെയെന്ന് ചോദിച്ചോ? വീട് ചോദിച്ചപ്പം ദൂരെ ഏതോ ഒരു മലയിലേക്കാണ് അവൻ ചൂണ്ടിക്കാണിച്ചത്. ചിലപ്പോ നിന്ന് നിപ്പി അവനെ കാണില്ല. ഇപ്പൊ എവിടെയുണ്ട്? അവനിപ്പോ എന്റെ കൂടെ ഉണ്ട്. അമ്മച്ചി ഒന്നും നിൽക്കണേ. ശരി, की एक लड़का एक लड़की ഇതുവഴി പോകുന്ന ദേഖി. മറുക്കൻ ചൊല്ലിന മരത്തിന്റെ മണി. അമ്മച്ചി നേപ്പാളിയാണെങ്കിലും എരപ്പാളിയാണല്ലോ. അശ്വതിക്ക് കാട്ടിൽ എന്താ കാര്യം? അവൾ ഒറ്റയ്ക്ക് കാട് കയറത്തില്ലല്ലോ. കൂടെ അവനും കാണും. അമൃഗം കാട്ടിവെച്ച് മനസ്സ് മാറ്റാനുള്ള പ്ലാനാണ്. നടത്തൂല. ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ. ഏത് മറവിൽ ഒളിച്ചാലും ഈ അരശുമൂട്ടി അപ്പുക്കുട്ടൻ നിന്നെ പുല്ലുപോലെ കണ്ടുപിടിക്കും. ആഹാ, ഞാൻ പാവാണ്. ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുമെന്ന് അറിഞ്ഞിരുന്ന നാട്ടിൽ നിന്ന് ഗോവിന്ദ കുരുക്കളുടെ പഠിച്ചോണ്ട് വരായിരുന്നു. അയാളവിടെ വെറുതെ ഇരിക്കായിരുന്നു. അയ്യോ കോടാലി വെട്ടല്ലേ. ഞാൻ ചെയ്യണോ? അയ്യോ ചെയ്യാം. പിന്നെ അയ്യോ പരീക്ഷിക്കല്ലേ. ഞാൻ എന്ത് വേണേലും പഠിച്ചോളാം. ആദിവാസിയോ ഓൾഡ് വാസിയോ എന്ത് വേണേലും ആകാം. അയ്യോ പോടാ. പാരാ അമ്പട്ടൻ.